സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഓവർസീസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണോ? നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് ടീച്ചറാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പ്രസൻ്റ്ലി ന്യൂസിലാൻഡിൽ ടീച്ചേഴ്സിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. നേരത്തെ ആയിരുന്നെങ്കിൽ നേഴ്സസിനായിരുന്നു, പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സിനാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സെക്കൻഡറി സെക്ടറിൽ തന്നെ സയൻസ്, മാത്ത്, ടെക്നോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്, ഇംഗ്ലീഷ് അങ്ങനെ ഷോർട്ടേജ് ഉള്ളൊരു കാലമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. ഞാനിവിടെ പറയാൻ പോകുന്ന ഇൻഫർമേഷനും നിങ്ങളുടെ റിസർച്ചും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എറർ മിനിമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് ടീച്ചറാകാൻ വേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഇവരുടെ അസസ്മെൻറ്റ് പ്രോസസ്സ്, എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്കൊരു കാര്യത്തിൽ സംശയം വന്നേക്കാം, എക്സ്പീരിയൻസിൻ്റെ കാര്യം. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഫ്രഷറാണല്ലോ, കുറച്ച് താമസിച്ച് അപ്ലൈ ചെയ്താൽ മതിയല്ലോ എന്നൊരു ചിന്ത നമുക്ക് വന്നേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം കറൻ്റ്ലി നമുക്ക് സാലറി അസസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഇവർ നോക്കുക. ശരിയാണ്, നമുക്ക് എക്സ്പീരിയൻസ് എല്ലാം നിർബന്ധമാണ്. നമുക്ക് അതിൻ്റെ ബേസിലാണ് നമുക്ക് സാലറിയും കാര്യങ്ങളും ഇവർ അസസ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് നിങ്ങൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് എത്ര നാളെ നീണ്ടു നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. അതിനകത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ന്യൂസിലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ന്യൂസിലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 3 ലെവൽസാണ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, പിന്നെ പ്രൈമറിയും സെക്കൻഡറിയും, പിന്നെ വരുന്നത് ഹയറും വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്. ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ റോൾ എന്ന് പറയുന്നത് സ്കൂളിലേക്ക് വേണ്ട റിസോഴ്സുകൾ സപ്ലൈ ചെയ്യുക, ക്ലാസ് റൂംസ് ബിൽഡ് ചെയ്യുക, കരിക്കുലം സെറ്റ് ചെയ്യുക, അങ്ങനെ ഒത്തിരി റോളുകൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 4 ഏജൻസിയായിട്ട് നമ്മൾ ഇൻവോൾവ് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ. അതിൽ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് NEZQA, ന്യൂസിലാൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രോസസ്സ് ആരംഭിക്കുന്നത്. NEZQA എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ ആ ഒരു ഏജൻസിയാണ് നമ്മുടെ ഓവർസീസ് ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രാക്ഷൻ നടക്കുക എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗെയിൻ ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ ഓവർസീസിൽ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇവർ അസസ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു സ്റ്റേജിൽ ഇവർ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ഇല്ലെങ്കിലും നമ്മളൊരു ഫ്രഷർ ആണെങ്കിൽ കൂടി നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. കാരണം 4 സ്റ്റെപ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. 4 ഡിഫറെൻറ്റ് ഏജൻസീനെ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ടൈം എടുക്കും, പക്ഷേ എന്നിരുന്നാലും നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. 3 ടൈപ്പിലുള്ള അസസ്മെൻ്റാണ് NEZQAക്ക് ഉള്ളത്. അതായത് സ്റ്റാൻഡേർഡ് IQA, സ്കിൽഡ് ഷോർട്ടേജ് IQA, പിന്നെ ടീച്ചിങ് IQA. അതിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് IQA ആണ്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു ഓപ്ഷണൽ കേസ് ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഓവർസീസ് ഗെയിൻ ചെയ്ത ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ ഇവരുടെ പ്രീ അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അവരുടെ പ്രീ അപ്രൂവ്ഡ് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങൾക്ക് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യുന്നതാണ്. തൽക്കാലം നമ്മളത് ആ ഒരു ലിസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. യുനെസ്കോൻ്റെ ബേസിലാണ് ഇവർ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതിനകത്തൊരു എററിനുള്ള സാധ്യതയില്ല. അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ $746 ആണ് ഇതിന് നമുക്ക് കോസ്റ്റ് വരിക. ഓൺലൈനാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇടേണ്ടത്. ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. 4 to 6 വീക്സ് ആണ് ഇതിൻ്റെ ടൈം ഫ്രെയിം വരുന്നത്. നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കോപ്പീസ് നമ്മൾ സപ്ലൈ ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം ഈ ഒരു വെബ്സൈറ്റിൽ. ക്ലിയർ ആയിരിക്കണം, കളറിലായിരിക്കണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും നെയിം ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലേ ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളിൽ ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ് സപ്ലൈ ചെയ്യാതിരിക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെരിഫിക്കേഷൻ നടത്താൻ നേരത്ത് നമ്മുടെ കോളേജ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോണ്ട് ചെയ്യാത്തൊരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും
ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയറായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കുക ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ. അല്ലെങ്കിൽ അവരൊന്ന് റെസ്പോണ്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആപ്ലിക്കേഷൻ ഡിലേ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും വളരെ ക്ലിയർ ആയിട്ട് കളറിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇവരെ എങ്ങനെയാണ് അസസ്മെൻറ്റ് അവർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇവർ 3 ക്വാളിഫിക്കേഷനാണ്, അപ് ടു 3 ക്വാളിഫിക്കേഷനാണ് ഇവർ അസസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1, 2, 3 ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് നാട്ടിൽ അവാർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം അപ്ലോഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് അല്ല എങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേജിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ സാലറി അസസ്മെൻറ്റിൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് NESET-QA ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഇവിടുത്തെ ന്യൂസിലാൻഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്കുമായിട്ട് അവർ കമ്പയർ ചെയ്യും. അതായത് ഇവിടുത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇവിടുത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഡിഗ്രി ആയിട്ട് അവർ കമ്പയർ ചെയ്യും. വൺസ് അവരത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു ടീച്ചിങ് സബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുക. അതും അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടീച്ചിങ് സബ്ജക്റ്റ് അവരിവിടുത്തെ ഇനിഷ്യൽ ടീച്ചിങ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡുമായിട്ട് അവർ കമ്പയർ ചെയ്യും. അത് സെറ്റ് ചെയ്തേക്കുന്നത് ടീച്ചിങ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ആണ്. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവസാനം അവരുടെ അസസ്മെൻറ്റിൽ പറയുക ഏത് സെക്ടറിലേക്കാണ് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങാനും ഈ ഒരു റിക്വയർമെൻറ്റ്സ് നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്തില്ല എങ്കിൽ അവർ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ചെയ്യും എന്ത് കാരണത്താലാണ് അവരുടെ അസസ്മെൻറ്റിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാഞ്ഞത് എന്നുള്ളത് കൃത്യമായവർ പറയും. അതെന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു ജേർണിയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അവർ പറയുന്നത്. അതിന് കൂടുതലായിട്ടൊരു അസസ്മെൻറ്റ് ആവശ്യമാണെന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി വീണ്ടും അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് അവർ അസസ്മെൻറ്റ് നടത്തുന്നത്. വൺസ് നമ്മുടെ അസസ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പോകേണ്ടത് ഇനി അടുത്ത സ്റ്റേജിലേക്കാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മൾ ടീച്ചിങ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ പ്രോസസ്സ് ആരംഭിക്കേണ്ടത്. 6 to 12 വീക്സ് ആണ് ഇവരൊരു ടൈം ഫ്രെയിം പറയുന്നത്. പക്ഷേ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിന് ചേഞ്ചസ് സംഭവിക്കാം. ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ പാസ്പോർട്ടാണ്, ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അവർക്കത് ഇന്റേണലി തന്നെ പോലീസ് വെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നീട് നമുക്ക് അവാർഡ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിനോടൊപ്പം തന്നെ NESET-QAയുടെ അസസ്മെൻറ്റ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെയും കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വെബ്സൈറ്റ് ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യണം. നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സർട്ടിഫൈഡ് കോപ്പീസ് ആയിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കയറി നോക്കുക. IELTS ആണെങ്കിൽ 7 ബാൻഡ് സ്കോർ തന്നെ വേണം. PTE ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 65 ആണ് വേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് PCC ആണ്. നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ 12 മന്ത്സിന് എബോവ് താമസിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം നമ്മൾ PCC മേടിക്കണം. 6 മന്ത്സിൽ താഴെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഈ ഒരു PCC തന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിൽ, അതായത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം, നെയിം ചേഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം, മറന്നു പോകരുത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, അസസ്മെൻറ്റ് ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു രജിസ്ട്രേഷൻ വെച്ച് നിങ്ങൾക്ക് ഏത് സെക്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇന്ന സെക്ടറെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടല്ല തരുന്നത്, നിങ്ങൾക്ക് ഏത് സെക്ടറിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. വൺസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾക്കൊരു എംപ്ലോയറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നത്, അതായത് നമ്മുടെ 3rd സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് നമ്മൾ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിലാണ്. ആ ഒരു സ്റ്റേജിനെ പറ്റി ഞാൻ അധികം നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. അതൊരു ഇമിഗ്രേഷൻ അഡ്വൈസറിനെ ഒരു ആധികാരികമായി പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ എംപ്ലോയറിൻ്റെ സഹായത്തോടെ ആയിരിക്കും നിങ്ങളുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്കായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷമുള്ള നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാലറി അസസ്മെൻ്റ് ആണ്. ഇവിടെയും നിങ്ങളുടെ എംപ്ലോയറിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളും എംപ്ലോയറും കൂടി ചേർന്നാണിത് സാലറി അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പേറോളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആണ്.
എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ സാലറി അസസ്മെൻറ്റ് കൂടി അവിടെ കംപ്ലീറ്റ് ആകും. വൺസ് ഇതെല്ലാം ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു ഗ്രാൻറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഈ കോസ്റ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കറൻ്റ്ലി എനിക്ക് തോന്നുന്നു $10,000 ആണ്, അപ് ടു $10,000 വരെയാണ് അത് കവർ ചെയ്യുന്നത്, നിങ്ങളുടെ ഈ ഒരു കോസ്റ്റൊക്കെ നിങ്ങൾക്ക് റീഎംബേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.